ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്നിട്ടുണ്ട് മാതൃകാ ദമ്പതികള്. അയ്യോ, മാതൃകാ ദമ്പതികൾ മാത്രമല്ല, ജഗന് കിട്ടിയ സ്ത്രീധനവും ഉണ്ട്. ആരോ ഉണ്ടാക്കിയ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ഉണ്ണാക്കൽ. ഹരിതാന്റി, മാറി നിൽക്കങ്ങോട്ട്. വിട്, എനിക്ക് ഹരിതാന്റിയുടെ അടുത്ത് പോണം. ഒരു ഹരിത ആന്റി ഇല്ല. അല്ലെങ്കിൽ തന്നെ ഏതർത്ഥത്തിലാ ഹരിത നിന്റെ ആന്റി ആവുന്നത്? ഏട്ടത്തി, മോളെ വിട്. അങ്കിള്, ഹരിതാന്റി. മോള് കണ്ടില്ലേ, ഹരിതാന്റിക്ക് മോളെ ഓർമ്മയില്ല. മോളെ മാത്രമല്ല, ഹരിതാന്റിക്ക് ഈടെയായിട്ട് ആരും ഓർമ്മയില്ല. സ്വയം മറന്ന് നടക്കുക ഇപ്പോ. അല്ല ഹരിതേ, ഞാൻ അതല്ല ആലോചിക്കുന്നത്. അഷ്ടിക്ക് വകയില്ലാത്ത എല്ലാത്തിനെയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഇതെന്താ വല്ല സത്രമാണോ? അല്ല, അറിയാൻ പറ്റില്ല. അച്ഛനൊരു പൊതുപ്രവർത്തകനല്ലേ. ഇനി ഗേറ്റിന് മുന്നില് അനാഥാലയം എന്ന വല്ല ബോർഡും വെച്ചിട്ടുണ്ടോ? മോളെ വാ, നമുക്ക് അകത്തേക്ക് പോകാൻ വരട്ടെ. ജഗ, വിദ്യയെടുത്തേക്ക് ഒരു സംശയം. ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകാവോ? വിദ്യയെടുത്ത് ചോദിക്കേ. അല്ല, നീ വലിയ പൊതുപ്രവർത്തകനൊക്കെ ആണല്ലോ. ചിലപ്പോ നാളെ MLA യോ മന്ത്രിയോ ഒക്കെ ആകേണ്ടവൻ. നാലാൾ അറിയുന്ന നീ ഇങ്ങനെ പോകുമ്പോ ആളുകൾ എന്തെങ്കിലും വിചാരിക്കില്ലേ? എങ്ങനെ പോകുമ്പോ ആളുകൾ എന്ത് വിചാരിക്കില്ലെന്ന്? നീയും ഭാര്യയും പോകുന്നതൊക്കെ. കൂടെ ഒരു കുട്ടിയെ കൂടി കാണുമ്പോ നമ്മുടെ നാട്ടുകാരല്ലേ, നാവിലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയും. ഒന്ന് പ്രസവിച്ചവളെയാണ് നീ കെട്ടിയതെന്നൊക്കെ പറയുമ്പോ നിനക്കല്ലേടാ അതിന്റെ ഒരു നാണക്കേട്. ഏട്ടത്തി പറഞ്ഞാല് കാര്യമില്ലാതെ ഇല്ല. ഒരിക്കലും പ്രസവിക്കാത്തവളെയാണ് കെട്ടിയതെന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഏട്ടത്തി ഒന്ന് പ്രസവിച്ചവളാണെന്ന് പറയുന്നത്? വാടി ഇങ്ങോട്ട്. എന്തിനാവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയത്? ചിലതൊക്കെ ചോദിച്ചു വാങ്ങുന്നല്ലേ വന്ദനെ. മോളിതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. വന്ദനെ വാ. മാനത്തെ കൊട്ടാരം